നടൻ ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പത്തനംതിട്ട റാന്നി എംഎൽഎ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ ദീർഘകാലം അദ്ദേഹവുമായി അടുപ്പത്തിലായിരുന്നു. രോഗാവസ്ഥയിലും അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നുവെന്നും പ്രമോദ് നാരായണൻ പറഞ്ഞു. മലയാളത്തിൽ പകരം വയ്ക്കാനാവാത്ത ഒരു ചലച്ചിത്ര നടൻ കൂടി നമുക്ക് നഷ്ടപ്പെടുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയക്കാരിൽ പ്രത്യേകിച്ച് അപൂർവം ആൾക്കാരുമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു തിരക്കഥാകൃത്തും സംവിധായകനുമായ അന്തരിച്ച നമ്മളിപ്പോൾ അകാലത്തിൽ വിട്ടുവരിഞ്ഞ നടൻ ശ്രീനിവാസൻ. പ്രത്യേകിച്ച് നമ്മുടെ പത്തനംതിട്ടയിലെ റാന്നി എംഎൽഎ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനും അദ്ദേഹം ദീർഘകാലമായി ഏത് തരത്തിലുള്ള സൗഹൃദത്തിലായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഈ അനുശോചനത്തിൽ എംഎൽഎ വെളിപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ശ്രീനിവാസനുമായി സിനിമയിലൂടെ സൗഹൃദമില്ലാത്തൊരു മലയാളിയില്ല. ഞങ്ങളൊക്കെ അദ്ദേഹവുമായി ചടങ്ങുകളിൽ ഒരുമിച്ച് കണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേട്ട് നന്നായി പ്രസംഗിക്കുന്നു, നന്നായി വളരെ അധികം ഒരു സദസ്സിൽ വന്നാൽ ആ സദസ്സിനെ ചിന്തിപ്പിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എല്ലാ മലയാളിയുടെയും ചങ്ങാതിയായിരുന്നു പ്രിയപ്പെട്ട ശ്രീനിവാസൻ. ഒരു സർവവ്യാപിയായ ശ്രീനിവാസന്റെ രുചി കേരളത്തിലുണ്ടായിരുന്നു. കേരളം കഴിഞ്ഞ താണ്ടിയ സിനിമയുടെ ദൂരങ്ങളിൽ മലയാളിയുടെ ഓർമ്മയിൽ ഏറ്റവും ആദ്യം വരുന്ന കഥാപാത്രങ്ങളെല്ലാം ശ്രീനിവാസൻ സൃഷ്ടിച്ചതാണ്. ഇപ്പൊ കേരള വിഷൻ തന്നെ എത്രയോ സിനിമകളാണ് കാണിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള പ്രദർശിപ്പിക്കുന്നത് ശ്രീനിവാസന്റെ സിനിമകളായിരിക്കും. മലയാളി ഇത്രമേൽ ചിരിച്ചത് ശ്രീനിവാസന്റെ സിനിമകൾ കണ്ടിട്ടാണ്. മലയാളി ഇത്രമേൽ ചിന്തിച്ചത് ശ്രീനിവാസന്റെ സിനിമകൾ കണ്ടിട്ടാണ്. ഒരേപോലെ മലയാള ജീവിതത്തെ രാഷ്ട്രീയത്തെ ഇപ്പോ നമുക്ക് സന്ദേശം എന്ന സിനിമ, ആ സിനിമയെക്കുറിച്ച് പറയാതെ കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തിന് മുന്നോട്ട് എത്ര കാലം കഴിഞ്ഞിട്ടും ആ സിനിമ പ്രസക്തമാണ്. അതാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ, ഒരു ക്രാഫ്റ്റ്സ്മാൻ എന്ന നിലയിൽ, ഒരു ഡയറക്ടർ എന്ന നിലയിൽ, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ, അതെല്ലാം ഉപരി ശ്രീനിവാസനെ ഒരു ജീനിയസ് ആയി വിശേഷിപ്പിക്കാം. ഒരു ജീനിയസ് ആയി അദ്ദേഹത്തെ മാറ്റുന്നതാണ്. അദ്ദേഹം സൃഷ്ടിച്ച എല്ലാ സിനിമകളും എത്ര കാലം കഴിഞ്ഞാലും നിൽക്കും. അതിലെ തമാശകളൊന്നും ഒന്ന് കണ്ട് അവസാനിക്കുന്നില്ല. ഇപ്പോ ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ട്, ഒരു തവണ നിങ്ങൾക്ക് ഒരു തമാശ ഒരു തവണ കണ്ട് ചിരിക്കാം, പക്ഷെ വീണ്ടും അത് കണ്ടാൽ ചിരിക്കാനാവില്ല. ശ്രീനിവാസന്റെ തമാശകൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മളെ വീണ്ടും വീണ്ടും ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചിരിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കും. ചുറ്റുപാടുകളെ കുറിച്ച് പറഞ്ഞ് നമ്മളെ അറിയാതെ ആ തമാശകൾ പൊള്ളിക്കുക കൂടി ചെയ്യും. ശ്രീനിവാസൻ നമ്മളെല്ലാം കാണാതെ പോയത് കണ്ട ഒരാളാണ്. നമ്മൾ കേൾക്കാതെ പോയ കാര്യങ്ങൾ കേട്ട ഒരാളാണ്. മലയാളത്തിന്റെ ഒരുപക്ഷെ നിറപ്പകട്ടിൽ, സിനിമയുടെ നിറപ്പകട്ടിൽ ഒരുപക്ഷെ ആരും ദർശിക്കാതെ പോയ കഥാപാത്രങ്ങളെ ഊതിത്തെടുത്ത് ജ്വലിപ്പിച്ച ഒരാളാണ്. ചിന്താവിഷ്ടയായ ശ്യാമളയിലെ വിജയൻ എന്ന കഥാപാത്രം എത്രയോ മലയാളികൾക്കുള്ള അങ്ങനെ ഒരാളുണ്ട്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ സിനിമയിലെ കഥാപാത്രം, ഏറ്റവും കൂടുതൽ ഉദയനാട് താരം എന്ന സിനിമ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രം, ദാസനും വിജയനും എന്ന കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ മലയാളിയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ബഷീറിന്റെ ഒക്കെ കഥാപാത്രങ്ങളെ പോലെ മലയാളം എന്ന ഭാഷയോളത്തോളം കാലം നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. ശ്രീനിവാസന് ദർപ്പണം പോലെ മോഹൻലാലയുടെ മഹാപ്രതിഭയെ ഇങ്ങനെ ജ്വലിപ്പിച്ചു. ആ സ്ക്രിപ്റ്റിൽ നിന്നാണ് മോഹൻലാലിന്റെ എത്രയോ കഥാപാത്രങ്ങൾ പിറവിയെടുത്തത്. സത്യനന്ദക്കാടും ശ്രീനിവാസനും തമ്മിലുള്ള കൂട്ടുകെട്ട്, ഒരേ സമയം നടനായി, സംവിധായകനായി, തിരക്കഥാകൃത്തായി സിനിമയെ വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരാളെ. ഉദയനാട് താരം സിനിമയിൽ വരിയുണ്ട്, സിനിമ ഇങ്ങനെ അതിന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ആളുകൾ പുരസ്കാരങ്ങളുടെ പുറകെയും പ്രശസ്തിയുടെ പുറകെയും ഓടും, സിനിമ അതിന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ശ്രീനിവാസൻ സ്വന്തം ജീവിതം കൊണ്ട് സിനിമയെ ദീപ്തമാക്കിയ, മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് എത്തിച്ച മഹാപ്രതിഭയായിരുന്നു. ആ മഹാപ്രതിഭയുടെ വിയോഗത്തിൽ ഞാനും എല്ലാ മലയാളിക്കും ഒപ്പം എന്റെ കൂടി സങ്കടം പങ്കുവയ്ക്കുകയാണ്.